ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വാട്ടർഫോൾസിനെ കുറിച്ചാണ് കേട്ടോ. ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള ഞണ്ടിറുക്കി വാട്ടർഫോൾസ്. ഒരു പക്ഷേ എല്ലാവർക്കും അത് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, ബട്ട് ഞങ്ങളിവിടെ ആദ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അവധി കിട്ടിയായിരുന്നു, സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ റെയിനി ഡേയ്സ് ആയിരുന്നല്ലോ, സോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും എന്നറിയാം, നല്ല ഗ്രീനറി ആയിരിക്കും റെയിനി ഡേയ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇറങ്ങാനാണ് കൂടുതൽ താല്പര്യം. അന്ന് നമ്മുടെ കൂടെ കുട്ടികളുണ്ട് കേട്ടോ, അവരും വരണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു, സോ അവരെയും കൂട്ടി. പക്ഷേ ഇത്രയും അഡ്വഞ്ചറസ് ആണ്, നമുക്കിവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് റെയിനി ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലിപ്പറിയാണ്, അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ച് വേണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പോകാൻ കേട്ടോ. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പിക്നിക് സ്പോട്ടാണ് കേട്ടോ ഈ ഞണ്ടിറുക്കി വാട്ടർഫോൾസ്. വാട്ടർഫോൾസിന്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 950 feet above sea level ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഗ്രീനറി ആണ്, കുറച്ച് അഡ്വഞ്ചറസ് ആണ്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നോട്ടോ, അടിപൊളി സ്ഥലമാണ്. പൂമല ഫോറസ്റ്റിലാണ് കേട്ടോ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ചെപ്പുകുളം ഹില്ലിൽ നിന്നുമാണ് ഈ വാട്ടർഫോൾസ് വരുന്നത്. കുറച്ചു നേരമൊക്കെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടോ. ദെൻ മൂലമറ്റം പവർ സ്റ്റേഷൻ വഴി ഞങ്ങൾ വാഗമണിലേക്കാണ് കേട്ടോ അടുത്തത് പോയത്. ഇത് പോകുന്ന വഴി നല്ലൊരു സീനറിക്കായിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തി. നല്ലൊരു വൈബിളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തായിരുന്നു കേട്ടോ അവിടുന്ന്. സൂപ്പർ, നല്ല ക്ലൈമറ്റും ആയിരുന്നു. അതായത് നമുക്ക് ഏറ്റവും മഴയുണ്ടെങ്കിൽ ചെറുതായിട്ട് വരും, അത് കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങനെയായിരുന്നു കേട്ടോ, കണ്ടിന്യൂസ് മഴ ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ എത്തിയത് പുള്ളിക്കാനം എസ്റ്റേറ്റിലാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ ഫ്രണ്ട്സ് ആയിട്ട് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്തായിരുന്നു. 7th ഹില്ലോ സംതിങ് അങ്ങനെ ഒരു പേരിലെ റിസോർട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഈശ്വര, അന്ന് ഭയങ്കര മഴയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അഡ്വഞ്ചറസ് എന്ന് പറയാൻ പോരാ, അതിനേലും അപ്പുറം അത്രക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ അന്നത്തെ. കാരണം എന്ന് വെച്ചാൽ അന്ന് മഴ, പിന്നെ വഴിയെല്ലാം ഭയങ്കരമായിട്ട് ബ്ലോക്കായി, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പോകുന്ന വഴി ഒരു വാട്ടറിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളവിടെ തിരിച്ചു. പിന്നെ ഒരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങളൊരു കോഫി ഷോപ്പിൽ നമ്മൾ കയറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതൊരു റിസോർട്ടും കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കയറിയിട്ടോ. റിസോർട്ടിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അത് വാഗമണിൽ പുള്ളിക്കാനത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് വരുന്നത്, ലേക്ക് വ്യൂ റിസോർട്ട്. ഏകദേശം 8 ഏക്കേഴ്സോളം ഉണ്ട് കേട്ടോ ആ റിസോർട്ട് ഇരിക്കുന്ന സ്ഥലം തന്നെ. ഇപ്പോൾ കുറച്ച് റിനോവേഷനൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പിന്നെയും കോട്ടേജസ് ഒക്കെ അവർ പണിയാനെന്ന് പറഞ്ഞു. റെക്കമെൻഡബിൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ലേക്ക് വ്യൂ റിസോർട്ട്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ജസ്റ്റ് കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷേ അവിടുത്തെ ആ ഒരു ആംബിയൻസും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമായി എനിക്കത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാഗമണിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തോട്ടോ. അന്ന് ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരാം കേട്ടോ. ഓക്കെ, bye bye, take care, see you all.